അൾട്രാ വയലറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ബൈക്ക് കമ്പനി എന്നതിലുപരി ദുൽഖർ സൽമാൻ ഷെയറിലൊരു കമ്പനി എന്നുള്ളൊരു പേരുണ്ട്. ഇപ്പോൾ ദുൽഖർ സൽമാൻ കത്തിക്കുന്ന സമയമാണ്. എന്തായാലും ഒരു കുപ്രസിദ്ധിയാണെങ്കിലും പുള്ളിയെ സമ്മതിക്കണം. കാരണം പുള്ളി ഹൈക്കോടതിയിലൊക്കെ പോയിട്ടുണ്ട് വണ്ടിയുടെ കേസും പറഞ്ഞിട്ട്. അവരുടെ ഏറ്റവും പുതിയ വണ്ടിയാണ്, അതായത് അൾട്രാ വയലറ്റിൻ്റെ ഏറ്റവും പുതിയ വണ്ടിയാണ് X47. ഈ X47 എന്ന് പറയുന്നത്, X എന്ന് പറയുന്നത് ക്രോസ് ഓവറിനാണ്, 47 എന്ന് പറയുന്നത് ബാക്കിലെ ആ സ്പ്രോക്കറ്റിൻ്റെ ടീത്തിനാണ്, 47. അപ്പോൾ വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലുള്ള സ്വാഗതം. നമുക്കിന്ന് ഈ ക്രോസ് ഓവറിനെ വിശദമായി തന്നെ പരിചയപ്പെടാം. ആക്ച്വലി എന്താണ് ഈ ക്രോസ് ഓവർ? ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാറിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ് റോഡർ, ഓഫ് റോഡർ എന്നൊക്കെ ഉണ്ട്. എന്താ സോഫ്റ്റ് റോഡർ? റോഡിൽ കൂടെ പോകണ വണ്ടിയാണ്, പക്ഷേ വേണമെങ്കിൽ ഒന്ന് ചളിയിൽ ഇറക്കാം, അതല്ലെങ്കിൽ മഞ്ഞോ അല്ലെങ്കിൽ ഐസോ ഉണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചു പോകാന്നുള്ള കാര്യമുള്ളൂ. 4 വീലർ ഉണ്ടാവും. ഇവിടെ ഒരു ഇത്തിരി ട്രാവൽ കൂടിയ സസ്പെൻഷനാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ്. അതായത് F77 സകല DNA പറഞ്ഞ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചർ ബൈക്കല്ല, ഒരു ADV അല്ല, ഒരു സ്ട്രീറ്റ് ബൈക്ക് അല്ല, അതിനിടയിൽ നിൽക്കുന്ന ഒരു ക്രോസ് ഓവറാണ്. അപ്പോൾ ഈ വണ്ടിയുടെ രൂപം കണ്ടോ? ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ശരിക്കും ഫിമിലറാണ്. നമുക്ക് പല അഡ്വഞ്ചറിൻ്റെ ലുക്ക് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇലക്ട്രിക്കാണ്. ഇതിൻ്റെ ബാറ്ററി നമുക്ക് താഴെ കാണാമെന്നുള്ളതാണ്. 2,50,000 രൂപയോളമാണ് ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ ബാറ്ററിയാണ് വ്യത്യാസം. 7.1 kWh. അപ്പോൾ ടോപ്പ് എൻഡിന് 10.3 kWh തന്നെയാണ് സാധാരണ വണ്ടി കണ്ട പോലെ. അപ്പോൾ ഇതിൻ്റെ മോട്ടറിൻ്റെ പവർ എന്ന് പറയുന്നത് 40 HP ആണ്. ടോർക്ക് എന്ന് പറയുന്നത് 100 Nm. പക്ഷേ ആ ഒരു വീലിൽ 610 Nm കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഈ ടോപ്പ് മോഡലിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 323 km. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആകർഷകമായി തോന്നുന്നുണ്ടല്ലേ? പക്ഷേ 2,50,000 ആ 323 കണക്കുണ്ടാ. കാരണം അത് തമ്മിൽ വലിയ കാര്യമില്ല. കാരണം ടോപ്പിൻ്റെ റേഞ്ചാണ് ഞാൻ പറഞ്ഞത്, അതിന് വില കൂടും. എന്തായാലും ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് F77 കണ്ടതാണ്. അപ്സൈഡ് ഡൗൺ ഫോർക്ക്, കൂടാതെ ഈ ഒരു വിങ്ങുകൾ കാണാം. അപ്പോൾ ഞാൻ ആദ്യം കൊണ്ട് നടന്ന് കാണിക്കാൻ, ചുറ്റി നടന്നിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് പോലെ, എന്നിട്ട് വണ്ടി റോട്ടിലേക്ക് എടുത്ത് ഓടിക്കാൻ ട്രാക്കിൽ ഓടിക്കുന്നത്. ട്രാക്കിൽ ഓടിക്കുമ്പോൾ ഇവർ റഡാർ വെച്ചിട്ട് പരിപാടി ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ റഡാറുണ്ട്. എന്ന് വെച്ചാൽ 200 മീറ്ററോളം സറൗണ്ടിങ് ഉള്ള ആ റഡാറിൽ ഓവർടേക്കിൻ്റെ കാര്യങ്ങൾ, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ, അതല്ലെങ്കിൽ റിയർ കൊളീഷൻ വാണിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ആക്സറി ആയിട്ട് 2 ഡാഷ് ക്യാം മൂടി വണ്ടിക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ആ കൗതുകം എന്ന് പറയുന്നത് ട്രാക്കിൽ ഓടിച്ചപ്പോൾ കിട്ടി, റോട്ടിൽ ഓടിച്ചിട്ടില്ല, റോട്ടിൽ ഓടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വണ്ടി ഒന്ന് നടന്ന് കാണിക്കാം. ഈ രൂപം നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികളുമായിട്ട് സാമ്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. എനിക്ക് മൾട്ടി സ്റ്റാറിൻ്റെ ഫ്രണ്ട് പോലെയൊക്കെ തോന്നി. കുറച്ച് ഒരു അതിശയോക്തിയാണ്, എന്നാലും ഒരു വൈസർ കൊടുത്തിട്ടുണ്ട്. ആ ഹെഡ് ലാമ്പ് നമുക്ക് കാണാൻ, ഹെഡ് ലാമ്പാണ്. താഴെ എന്താ പറയുക, ബീക്ക് എന്താ പറയുക. പിന്നെ വലിയ ഒരു മഡ് ഗാർഡും അപ്സൈഡ് ഡൗൺ ഫോർക്കും കാണാം. ഈ ബൈബറിൻ്റെ വലിയ ഡിസ്ക് ബ്രേക്ക് ഉണ്ടോ, വെള്ള എന്ന് പറയുന്ന കളറ് അലോവിലിൻ്റെ മുകളിലുണ്ട്. വലിയ അലോവിലാണ്. അലോവിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിസൈനൊക്കെ കൊള്ളാം. ഇനി ഹാൻഡിൽ ബാറിൽ ആ ഹാൻഡിൽ ബാർ പ്രൊട്ടക്ടർ കാണാം. അല്ല, നമ്മുടെ കൈ പ്രൊട്ടക്ട് ചെയ്യാൻ ഹാൻഡിൽ ബാറില്ല. ഇവിടെ ഒരു USB പോർട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. USB പോർട്ട് ചാർജ് ചെയ്യാനായിട്ടാണ്. ഈ ഫോർക്ക് കണ്ടോ, അപ്സൈഡ് ഫോർക്ക് വലുതാണ്. അപ്പോൾ ABS ഡുവൽ ചാനലാണ്, നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അൾട്രാ വയലറ്റിൻ്റെ വണ്ടികളുടെ പ്രത്യേകതയാണത്. ഇതിന് റഡാർ ഉണ്ടെന്ന പ്രത്യേകത. ഇവിടെ ഒരു വിങ് കൊടുത്തിട്ടുണ്ട്. X47 ബാഡ്ജ് ഉണ്ട്. താഴെ ബാറ്ററി കാണാം, വലിയ ബാറ്ററി പാക്കാണ്. ഇത് 10.3 kWh. ഇനി പിന്നിലേക്ക് നോക്കിയാൽ ആ വലിയ സ്വിങ് ആം കണ്ടോ, ആ വലിയ സ്പ്രോക്കറ്റ് കണ്ടോ, ഇവിടെ കാണുന്ന ഫുഡ് പേക്ക് കണ്ടില്ലേ. അപ്പോൾ താഴെ സൈലൻസർ കാണില്ല, ഇലക്ട്രിക്കാണ് ബേബി, നോ സൈലൻസർ. സീറ്റ് ഊരാനുള്ള ഒരു കീ ഇവിടെ ഉണ്ട്. അപ്പോൾ സീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന സീറ്റാണ്. വലിയ പാഡിങ് ഇല്ല, എന്നാലും സുഖമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ബാക്കിൽ ആ ഒരു ഗ്രാബ് ഹാൻഡിൽ കാണാൻ ഭംഗിയുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഉണ്ട്, സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല. ഓക്കെ, അറിയാമല്ലോ അല്ലേ. ഇനി പിന്നിലെ ഈ ഒരു ഹാങ്ങറിൽ ഇൻഡിക്കേറ്റർ കാണാം. താഴെ നമുക്ക് ആ ഒരു ടയർ ഹാഗർ ഉണ്ട്. പിന്നെ ടയറിൻ്റെ ഒരു വലിപ്പം കണ്ടോ. അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പിന്നിലെ സസ്പെൻഷൻ, എയർ സ്ട്രൈക്ക് എന്ന് പറയുന്നത് വേരിയൻറ്റ്. ഇവിടെ കാണുന്ന ഒരു ഹോൾ, വലിയ ഹോളാണ്, അപ്പുറത്ത് കയ്യെത്തും. പിന്നെ ഈ ഒരു ഹാങ്ങർ, ആ ടയറിൻ്റെ ഒരു ഡിസൈൻ നോക്കി. അത് എത്ര ഇഞ്ചാണ്? ഇത് 17 ഇഞ്ച് ടയറാണ്, 150 സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു അഡ്വഞ്ചറിഷ് എന്ന് പറയാം. പിന്നെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, താങ്ക്സ് ടു ദ സസ്പെൻഷൻ. അതായത് സസ്പെൻഷൻ്റെ വലിപ്പം കൂട്ടുമ്പോഴാണ്. പിന്നെ ഈ ടാങ്കിൻ്റെ ഈ സീറ്റിൻ്റെ ഈ ഒരു വിന്യാസം കണ്ടോ, ഇരിക്കുമ്പോഴേ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ നീ പാഡൊക്കെ ഇട്ടിരിക്കുമ്പോൾ തട്ടുന്നുണ്ട്, അതൊരു പ്രശ്നമല്ല, പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഫൈബറാണത്. മിററുകൾ ഷെയ്ഡാണ് F77. ഈ സ്വിച്ച് കേസ് ഷെയ്ഡാണ് F77. ഹാൻഡിൽ ബാർ റൈസ്ഡാണ്, ഉയർത്തി വെച്ചേക്കാണ്. ഇവിടെയാണ് കീ. ഇവിടെ ഓൺ ബോർഡ് ചാർജർ ഉണ്ട്. ഓൺ ബോർഡ് ചാർജർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്താ കാണുക, ഫ്യൂവലിൻ്റെ ഓപ്പണിംഗ് ആണ്. ഇത് ഇലക്ട്രിഫൈ എന്നാണ് കാണുക. തുറന്നു കഴിയുമ്പോൾ ഇത് ഓൺ ബോർഡ് ചാർജറാണ്. നല്ല ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഓൺ ബോർഡ് ചാർജറാണ്. കാർ ചാർജറിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൂടി ഉപയോഗിക്കാം, അതായത് AC ചാർജിങ്. പിന്നെ വയറുണ്ടെങ്കിൽ കുത്താൻ പറയുന്നത് ഒരു വയറെടുത്ത് കുത്തിയാൽ മതി എന്നുള്ളതാണ്. പിന്നെ ഇവിടെ റഡാറിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പിന്നിൽ കാണാം. ഏറ്റവും വലിയ പുതുമ എന്ന് പറയുന്നത് ഒരു റഡാർ വന്നുള്ളതാണ്. ഓക്കെ, റഡാർ മാത്രമല്ല, ഇതിനകത്ത് മീറ്റർ ക്ലസ്റ്ററിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് X47 ഗോ ബലാസ്റ്റിക് എന്ന് പറയുന്നത് ആനിമേഷനോട് വരുന്ന ആ മീറ്റർ ക്ലസ്റ്ററിനകത്ത് അതിനകത്ത് കുറച്ച് ഇൻഫർമേഷൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ABS ഓഫ് ചെയ്യാം, ഒന്നൊന്ന് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ റോളിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് കൊണ്ട് ചെയ്യുമ്പോൾ എത്ര അറിയാൻ പറ്റും. റേഞ്ച് കാണുന്നത്, റീജിയൻ എന്ന് പറയുന്നത് ഒരു 10 റീജിയൻ ഉള്ളത്. ഇപ്പോൾ എൻഡവറിൻ്റെ കാര്യം പറയാറുണ്ട്, നമ്മൾ 10 ഗിയറിൽ എൻഡവർ ഉണ്ട്,
6 സ്പീഡ് എൻഡോർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വണ്ടിക്ക് 10 എന്നുള്ളത് ഇപ്പോൾ മാറ്റി ഇപ്പോൾ 3, 9, 6 അല്ല 3, 6, 9 അങ്ങനെ 3 വിധത്തിലായിട്ട് നമ്പേഴ്സ് കുറച്ചിട്ടുണ്ട്. നമ്മൾ 3 പ്രസ് ചെയ്താൽ 10ാമത്തേക്ക് എത്തുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ റീചാർജ് അല്ലെങ്കിൽ ചാർജ് ചെയ്യാൻ എളുപ്പം എന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ റേഞ്ച് നന്നായി കാണിക്കുന്നത് 232 ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഞാൻ വണ്ടിയൊക്കെ പൊളിച്ച് വന്നതാണ്. എന്തായാലും ഗ്ലൈഡ് അല്ലെങ്കിൽ കോമ്പാക്റ്റ് അല്ലെങ്കിൽ ബല്ലാസ്റ്റിക് മോഡ് എന്ന് പറയുന്ന മോഡൊക്കെ നമുക്കറിയാം. എനിക്ക് ടി വി എസിൻ്റെ പല പാർട്സുകളുടെയും കാര്യങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ചും അല്ലെങ്കിൽ ഈ സ്വിച്ച് ഗിയറൊക്കെ നമുക്ക് ടി വി എസിൻ്റെ കാണാൻ പറ്റും. പിന്നെ ഫെരാരിയുടെ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ കാര്യമാണ് മിറർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മിററിലും ഈ ക്ലസ്റ്ററിലുമാണ് ബാക്കിൽ റഡാറിൽ ഇൻഡിക്കേഷനൊക്കെ വരിക. ഇത് റഡാറിൻ്റെ ഡെമോ കൂടെ കാണിച്ചു തരുന്നു. അപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ എങ്ങനെയുള്ള ആദ്യത്തെ ചോദ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അവിടെയാണ് പറയുന്നത്, കാരണം റൈഡ് ചെയ്ത് ട്രാക്കിലാണ്. എന്തായാലും ഇത് ഓടിക്കാന്ന് പറയുമ്പോൾ 8.1 സെക്കൻഡിൽ 100 എത്തുന്ന ഒരു വണ്ടിയാണിത്. വീലിൽ 610 Nm ഉണ്ടെന്ന് പറയുന്നു. ആ ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ലീനിയർ പവർ ഡെലിവറിയാണ്. അറിയാലോ, ഇലക്ട്രിക്കാണ്. കൈ കൊടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്, പാഞ്ഞ് കയറി പോകുന്നുണ്ട്. ഒരു 145 ഒക്കെ ടോപ്പ് സ്പീഡ് പറയുന്നത്. ട്രാക്കിൽ ഒരു 110 വരെ ഓടിച്ചു. രസം ഓടിക്കാനായിട്ട് വലിയ ഹാൻഡിൽ ബാറാണ്, നല്ല രസമാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. എന്ന് പറയുന്നത് സ്പോർട്സ് ബൈക്ക് കൈൻഡ് ഓഫ് ഹാൻഡ്ലിംഗ് അല്ല, ഒരു അഡ്വഞ്ചർ ബൈക്ക് ഓഫ് കൈൻഡ് ഹാൻഡ്ലിംഗ് അല്ല, രണ്ടിനും ഇടയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രസകരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ഗുണം എന്ന് പറയുന്നത് ബ്രേക്സ് ആണ്. നല്ല ബ്രേക്സ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലെ ബ്രേക്ക് കയ്യിലും കാലിൽ ബാക്കിലെ ബ്രേക്കാണ്. ഇലക്ട്രിക് വണ്ടികളുടെ പോലെ ഇടതുവശത്ത് ബ്രേക്കില്ല, ക്ലച്ചില്ല, ഒന്നുമില്ല. ഓക്കെ, മറ്റ് ഇലക്ട്രിക് വണ്ടികളുടെ പോലെ 2 ബ്രേക്കും കയ്യിലാണ്ടാവുക, കാലിലാണ്. എന്തായാലും ഓടിക്കുമ്പോഴേ നമുക്ക് നല്ല രസം കൊണ്ട് ഓടിക്കാനായിട്ട് റൈഡർ ഹാൻഡിൽ ബാർ വെച്ച് പിടിച്ച് ഓടിക്കും. നല്ല ഫീലുണ്ട്, ഫണ്ണുണ്ട്. ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി കൊള്ളാം. വലിയ സസ്പെൻഷൻ ആയതുകൊണ്ട് വണ്ടിയുടെ ആ ഒരു മൂവ്മെൻറ്റൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. വിൻഡ് ഷീൽഡിലുണ്ട്, കാറ്റടിക്കുമ്പോൾ നമുക്ക് ആ ഒരു കാറ്റിനെ കാണാം. ഇങ്ങനെ പിടിച്ച് ഓടിക്കുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഓടിക്കാം. എല്ലാ വണ്ടിയും പോലെ തന്നെയാണ്. ഇത് ഇരിക്കാൻ നല്ല സുഖമുണ്ട്. ഇപ്പോൾ റൈഡ് ആയിട്ട് നോക്കിയാൽ ഞാൻ ഇരിക്കുന്നത് നോക്കിയാൽ എനിക്ക് എൻ്റെ കാലിൻ്റെ അടിയിൽ കൂടി വണ്ടി പോകും. അത് പക്ഷേ ഇവിടെ തടഞ്ഞു നിൽക്കും, ബാക്കിൽ ആ ഒരു സീറ്റിലുണ്ട്. എന്നാലും ഇരിക്കുന്നത് വളരെ സുഖകരമായിട്ടാണ്, നല്ല രസമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒരു അഡ്വഞ്ചർ ബൈക്കാണ് നോക്കുന്നെങ്കിൽ, എന്നാൽ ആ ഒരു അഡ്വഞ്ചർ ബൈക്ക് മുഴുവനായിട്ട് വേണ്ട, റോഡ് ബൈക്കാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലൊരു ബൈക്കായാലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് ആണെങ്കിൽ, ഒരു ക്രോസ് ഓവറാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല പെർഫെക്റ്റ് ചോയ്സാണ്. ഇപ്പോൾ അപ്പ് സൈഡ് ഡൗൺ ഫോർക്കും വലിയ വീലും ഈ കൂടിയ സസ്പെൻഷനും റൈഡ് ക്വാളിറ്റിയും ഫണ്ണും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു അൾട്രാവൈലിൻ്റെ ഒരു ഇലക്ട്രിക് ബൈക്ക്. അവരുടെ ബാറ്ററി ടെക്നോളജി നല്ലതാണ്, മോട്ടോർ ടെക്നോളജി നല്ലതാണ്. ഈ വണ്ടിയുടെ ചാർജ് ഇറങ്ങി പോകുന്നതാണെങ്കിലും പവർ ഡെലിവറി ആണെങ്കിലും ലീനിയറാണ്. പെട്ടെന്ന് ത്രോട്ടിൽ വിടുമ്പോൾ ബ്രേക്ക് ചെയ്യുന്ന പോലെ ഓല പോലുള്ള കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. പിന്നെ ബ്രേക്കിൻ്റെ പെഡൽ നല്ല ഫീലുണ്ട്. ഇപ്പോൾ നമ്മൾ പെഡലല്ല, ലിവർ, ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവറാണ്. നല്ല ഫീലുണ്ട്, ഫണ്ണുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ഒരു നല്ല വണ്ടിയാണ് എന്നുള്ളതാണ്. ഓക്കെ, വില ഇലക്ട്രിക് വണ്ടികളുടെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു കൂടിയ വിലയല്ല. ഇപ്പോൾ നിങ്ങൾ ഓടിക്കുന്നത് വളരെ കുറച്ചാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 7.1 kWh മതിയാവും. അതായത് 7.1 ആണോ 7.3 ആണോ? അല്ല, 7.1 10.3 ആണ്. ഓക്കെ, അപ്പോൾ ഓടിക്കാൻ സിറ്റി റൈഡിനും അല്ലെങ്കിൽ കുറച്ച് മോശം റോഡ്, ഇപ്പോൾ നമ്മുടെ റോട്ടിൽ ഞാൻ ജിമ്മിനൊക്കെ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ റോട്ടിൽ ഏറ്റവും വേണ്ടത് എന്താ? ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്, അതിവിടെ കവേർഡാണ്. പിന്നെ വേണ്ടത് സസ്പെൻഷൻ ട്രാവലാണ്, അതിവിടെ കവേർഡാണ്. പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റൻസ് പവറാണ്, അതിവിടെ കവേർഡാണ്. പിന്നെ ഇതിന് ടെക്നോളജി ഉണ്ട്, റഡാറുണ്ട്, സേഫാണ് എന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാം കൂടി ചേർന്നൊരു പാക്കേജ് നൽകി ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാമെങ്കിലും ചെയ്യാവുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു അൾട്രാവൈലറ്റിൻ്റെ ഈ X47 എന്നുള്ളതാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഈ ഇവിടെ കൊടുത്ത ഒരു ഡിസൈൻ എലമെൻറ്റുകളും അതല്ലെങ്കിൽ മൾട്ടി സ്റ്റാർ ചായയുള്ള ഫ്രണ്ട് വശവും അതുപോലെ ഇരിക്കുന്ന ഇരിപ്പും ഈ സൈഡിലെ കവറും പാനീർ ബോക്സൊക്കെ വയ്ക്കാനുള്ള സെറ്റപ്പുള്ള കാര്യങ്ങളും ഹോളും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു നല്ല വണ്ടിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കോളൂ. ഈ വണ്ടി ഓടിക്കാനായിട്ടേ നമ്മൾ F77 ഓടിച്ചു, അതിൻ്റെ 2ാമത്തെ മോഡൽ ഓടിച്ചു. ഈ വണ്ടി ഓടിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസിയാണ്. നമ്മുടെ ഹാൻഡിൽ പോസ്റ്റർ കണ്ടോ, നമ്മളിരിക്കുന്നത് റിലാക്സ്ഡ് ആയിട്ടാണ്. നമുക്ക് വളരെ സുഖമായിട്ടിരുന്ന് ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയാണിത്. ഓക്കെ, ചെറിയ റോട്ടിൽ നമ്മൾ ഓടിക്കുന്നത് കാരണമല്ല, ഈ വണ്ടിയുടെ ഒരു ഗുണങ്ങൾ അറിയാൻ ബെസ്റ്റ് ഇതാണ്. F77 ഓടിച്ചപ്പോഴും അതിൻ്റെ മാക്ക് ഓടിച്ചപ്പോഴും, മാക്ക് മസ്താങ് മാക്ക് 2 ഓടിച്ചപ്പോഴും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വേഷം കൂടി വന്ന് അത് ഓടിച്ചപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം, ഇവർ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഹാൻഡ്ലിങ്ങിൽ കേട്ടോ. ഇതിന് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സാധാരണ വണ്ടികൾ ഡ്യൂക്ക അതല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് കൂടുതലാണ്. താങ്ക്സ് ടു ദ ബാറ്ററി, വലിയ ബാറ്ററി അല്ലേ. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റൻസ് ആയിട്ട് പോകുകയെന്നുള്ളതാണ്. ഞാൻ ഓടിക്കുന്നത് സാധാരണ ഗ്ലൈഡ് മോഡിലാണ്. ഞാൻ മാറ്റി കോമ്പാക്റ്റ് ആക്കി, അത് മതി. കോമ്പാക്റ്റ് അല്ല, കോമ്പാക്റ്റാണ്. അത് വർത്താൻ പറഞ്ഞു പോകണ്ടേ. ഈ മീറ്റർ ക്ലസ്റ്റർ റീഡബിളാണ്, വെയിലത്ത് കുഴപ്പമില്ല. മിറർ ചെറുതാണ്, വളരെ ചെറിയ മിററാണ്. പിന്നെ ഇതിനകത്ത് ഇരുന്ന് ഓടിക്കുമ്പോൾ നമുക്ക് ഒരു ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ടോ വെച്ചാൽ ആ സൗണ്ടിൽ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും. പിന്നെ ചാട്ടം അല്ലെങ്കിൽ പിന്നെ 212 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 7.1 kWh ബാറ്ററിയുള്ള വണ്ടി മേടിച്ചാൽ മതി. കാരണം ഇതിൻ്റെ പവറും ടോർക്കും ഫിഗറൊക്കെ സെയിം ആണ്. ഇപ്പോൾ വീലിൽ വരുന്ന 100 Nm വീലിലെത്തുമ്പോൾ അത് 610 Nm എന്ന് പറഞ്ഞാൽ അതിൽ മാറ്റമൊന്നുമില്ല, സെയിം തന്നെയാണ്. അതൊരു ഗുണം തന്നെ കേട്ടോ. കാരണം നമുക്ക് ബാറ്ററി കുറവ് മതി, എന്നാൽ പവർ വേണമെന്നുണ്ടെങ്കിൽ അത് മേടിക്കാമല്ലോ. പിന്നെ ബാറ്ററി മാറ്റാൻ പറ്റുമോ നോക്കിയാൽ മതി. ഇതിപ്പോൾ സെല്ലൊക്കെ ഉണ്ടാക്കുന്നതാണ്, നമുക്ക് റെട്രോഫിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും തോന്നുന്നു. ഡ്യുവൽ ചാനൽ ABS ഉണ്ട്, ഇപ്പോൾ സേഫാണ് കാര്യങ്ങൾ. പിന്നെ ഇത് ഓടിക്കുന്ന ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഇത്തിരി കുഷ്യൻ കുറവായിട്ട് തോന്നി. ഓക്കെ, ഒന്നും ചെയ്യാനില്ല. കാരണം കുഷ്യനേക്കാൾ കൂടുതൽ വേണ്ടത് കംഫർട്ടിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ അഡ്വഞ്ചറിഷ് ആ ഒരു സ്വഭാവമാണെങ്കിൽ ഓക്കെ. പിന്നെ
എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് ബൈക്കിന് പവർ കൂടുതല. ഈ പവർ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടത് ബ്രേക്സാണ്. ആ ബ്രേക്സ് നമുക്ക് നന്നായി തോന്നി. ഇത് ബൈബറിൻ്റെ ബ്രേക്ക് തന്നെയാണ്. പിന്നെ അപ്സൈഡ് ഡൗൺ ഫോർക്ക് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഫ്രണ്ടിലൊരു ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഫ്രണ്ടിൽ ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ല പറഞ്ഞ മണ്ടത്തിലാണ്. എന്നാലും ഫ്രണ്ടിൽ ചാട്ടം കുറച്ച് കുറവായിട്ട് തോന്നുന്നു, ഇപ്പോൾ പറയാൻ പറ്റില്ല, കുറച്ച് ഹാർഷായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളും നമുക്ക് തോന്നുന്നത് എന്താ ഘടകവിരുദ്ധമായിട്ട് തോന്നും അല്ലേ. പക്ഷേ എനിക്ക് ഹാൻഡിൽ ബാർ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഓടിക്കട്ടോ. ഹാൻഡിൽ ബാറിൻ്റെ പോസ്റ്റർ നല്ലതാണ്. ചാർജ് ചെയ്യാൻ ഓൺ ബോർഡ് ചാർജറാണെന്ന് നല്ലതാണ്. ഡ്യുവൽ ചാനൽ ABS നല്ലതാണ്. ബാറ്ററി പാക്ക് നല്ലതാണ്. റേഞ്ച് നല്ലതാണ്. പവർ പെർഫോമൻസ് 8.1 സെക്കൻഡിൽ 100 എന്ന് പറയുന്നതും നല്ലതാണ്. ഈ കളറുകളൊക്കെ കൊള്ളാം. കളറുകളുടെ കാര്യം പറയണ്ടെന്നാലും കൊള്ളാം. പിന്നെ ലൈറ്റുകളൊക്കെ പാട്ടൊക്കെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഗുണങ്ങളായിട്ട് കാണാം, പ്രൈസിലുള്ള ഗുണങ്ങളായിട്ട് കാണാം. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എനിക്ക് ഇരുന്ന് നിലത്തേക്ക് കാല് വയ്ക്കാൻ പറ്റും എന്നുള്ളത് നല്ലതാണ്. ഇതിൻ്റെ പിന്നിലെ സീറ്റ് നല്ലതാണ്. റഡാറിൻ്റെ ഫങ്ഷണാലിറ്റീസ് ഒക്കെ നമ്മൾ കണ്ടു. റഡാറിൻ്റെ കാര്യങ്ങളൊക്കെ തീർത്തും അവരെന്താണ് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയുടെ 2 ഡാഷ് ക്യാമുകളും ആക്സറീസാണ്, ഫ്രണ്ട് ആൻഡ് ബാക്കും. പക്ഷെ അത് ഫിറ്റ് ചെയ്തേക്ക് നല്ല ഭംഗിയുണ്ട്. വെറുതെ ഒരു കടയെ കൊണ്ടുപോയിട്ട് കുത്തി കയറ്റി വെച്ച പോലെയല്ല, ക്ലീനായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ട്. നല്ല കാര്യമായിട്ട് തോന്നി. ഈ വണ്ടി വാങ്ങാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു ഇലക്ട്രിക് ബൈക്ക് വേണം എന്നുണ്ട്. എന്നാൽ ഈ ആക്സിഡൻറ്റ് വിടുമ്പോൾ വണ്ടി ഓഫ് ആവുന്ന ഫീല്, അതുപോലെ ഇപ്പോൾ ഓലിക്കൊക്കെ ഉണ്ട്, വണ്ടി വിടുമ്പോൾ പാർട്ട് ഓഫ് ആവും മോട്ടർ, പിന്നെ വിടാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരിത്തിരി ഒപ്റ്റിമൈസ്ഡ് അല്ലാത്ത ബാറ്ററി, പവറില്ലാത്ത മോട്ടർ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ഒരു കാര്യത്തിലൊക്കെ ഗുണങ്ങളായിട്ട് കാണാം. കാരണം ഇതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഷോർട്ടറാണ്. ഇവരുടെ എൻജിനീയറിങ് എന്തായാലും നല്ലതാണ്. ഈ അൾട്രാവയലറ്റ് ഓട്ടോമോട്ടീവിൻ്റെ എൻജിനീയറിങ് നല്ലതാണ്. വെറുതെ ആയിരിക്കില്ല. ഇപ്പോൾ ദുൽഖർ സൽമാനെ പോലെ എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാര്യം, ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ പേര് പറഞ്ഞാൽ വീഡിയോ ഒന്നുകൂടി ഹിറ്റ് ആവുമ്പോൾ തന്നെയാണ്. പിന്നെ ഫെരാരിയുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കമ്പനി എന്ന് പറയുന്നത്. അത് ഫെരാരിയുടെ ഭീമമായിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ ഇപ്പോൾ അൾട്രാവയലറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. TVSൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ മേജർ കമ്പനികളൊക്കെ തന്നെയും ഈ വണ്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന TVS ബൈക്കിൻ്റെ സസ്പെൻഷനോട് സാമ്യമുണ്ട് എന്നാണ് ക്ലച്ച് പറഞ്ഞത്. ഓക്കെ, ക്ലച്ച് പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ക്ലച്ച് എന്ന് പറയുമ്പോൾ ദീപക് വിഷ്ണു ക്ലച്ച്ലെസ്. കൈ കൊടുത്ത കയറി പോകുന്ന ഒരു പോക്കുണ്ടല്ലോ, എനിക്ക് വേഴ്സസ് 650യുടെ ആ ഒരു ആക്സിലേഷനെ ഫീൽ ചെയ്യിപ്പിച്ചു. എന്നുവെച്ചാൽ അത്രയും ക്യുക്കല്ല, പക്ഷേ ആ ഒരു ഫീൽ നമുക്ക് തരുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ടുള്ള ഒരു അഡ്വഞ്ചർ ബൈക്ക് എന്ന് പറയുന്നത് വേഴ്സസ് 650 എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഫാനാണ്. അപ്പോൾ അതിനോടുള്ള സാമ്യതയ്ക്ക് കാണാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആലങ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ, മൾട്ടി സ്റ്റാർഡെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വിങ്, അല്ലെങ്കിൽ ഹാൻഡിലിൻ്റെ പൊസിഷൻ, ഫോർക്ക്, ഇതൊക്കെ തന്നെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഒരു വണ്ടിയെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. കാരണം ഇവർ റഡാർ വെച്ചു, നല്ല കാര്യം. മൊബൈൽ ആപ്പ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നല്ല കാര്യം. ഇവരുടെ പോർട്ടബിൾ ചാർജർ മാറ്റിയിട്ട് ഓൺ ബോർഡ് ചാർജറാക്കി, നല്ല കാര്യം. കുറേ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ റഡാറിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ ചോദിച്ചു വിട്ടോട് എന്താണ് ഈ ഒരു ഫോർവേഡ് അല്ലല്ലോ, റിയർ കൊളീഷൻ വാണിംഗ് അല്ലേ, അല്ലെങ്കിൽ റിയർ കൊളീഷൻ അലേർട്ടല്ലേ, അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞത് പിന്നിൽ വണ്ടി വന്ന് ഇടിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ആക്സിഡൻറ്റ് അങ്ങ് രക്ഷപ്പെടാലോ എന്നുള്ളതാണ്. ഓക്കെ, ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ കറക്റ്റാണ്. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ വേണം, അത് ബൈക്കിനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുപോലെ ഓവർടേക്ക് അസിസ്റ്റ് അല്ലെങ്കിൽ അലർട്ട് അതൊക്കെ വേണം. അതൊക്കെ ബൈക്കിന് നല്ലതാണ്. കാരണം സേഫ്റ്റി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ബൈക്ക് ഓടിക്കുമ്പോൾ ബൈക്കിൽ നിന്ന് വീണാലാണ് ഏറ്റവും കൂടുതൽ അപകടം എന്ന് പറയും. ഞാൻ ഗണേഷ് കുമാറിനെ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ ഡ്യൂക്ക് ആളെ കൊല്ലും എന്ന് പറയുന്ന പോലെ. അയാൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം എനിക്കറിയാം കേട്ടോ. കാരണം പുള്ളി ഒരു എന്തൂസിയാസ്റ്റാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പുള്ളി ഡ്യൂക്ക് ആളെ കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ ഇത് വാങ്ങിക്കൊടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ട കുഴപ്പമില്ലേ. ആ കാര്യത്തിലേക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ഷാരൂഖ് ഖാൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ഇതൊക്കെ ഇവിടെ വിൽക്കുന്നതുകൊണ്ടല്ലേ ഞാൻ പരസ്യം ചെയ്യുന്നത്, നിങ്ങൾക്ക് നിരോധിച്ചുകൂടെ എന്ന് പുള്ളി ചോദിച്ചില്ലേ. അതുപോലെ നിങ്ങൾക്ക് ഡ്യൂക്ക് കൊള്ളില്ലെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമ്പനിയുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കേണ്ടതേ, GST മേടിക്കേണ്ടതേ, കമ്പനി നിരോധിച്ചുള്ളതോ പ്രശ്നം കഴിഞ്ഞില്ലേ. പക്ഷേ അത് വാങ്ങുകയും അതിൻ്റെ ഫുള്ള് കാര്യങ്ങളും എൻജോയ് ചെയ്യുകയും ചെയ്തിട്ട് പിന്നെ ആ വണ്ടീനെ തള്ളക്കി വിളിക്കുന്നത് ശരിയല്ല, അത് തെറ്റാണ്. എന്തായാലും മന്ത്രി എന്ന് എനിക്ക് പറയാൻ പാടില്ല. ഞാൻ വണ്ടി മലയാളത്തിൻ്റെ ഒരു വീഡിയോ കണ്ടില്ല, അവർ പറഞ്ഞത് പറഞ്ഞ കാര്യം ഭയങ്കര കറക്റ്റാണ്. കാരണം ഒരു കടലിരിക്കുന്ന അച്ചായം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇയാൾ മന്ത്രിയാണ്. മന്ത്രി പറഞ്ഞാൽ വെറും മന്ത്രിയല്ല, ഓട്ടോ മന്ത്രിയാണ്, അത് വാഹന വകുപ്പ് മന്ത്രിയാണ്. അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.